എന്ത് കഷ്ടമാണ് വിചാരിച്ചത്. ആരും തിരഞ്ഞ് മഷിയിട്ട് നോക്കിയിട്ടും ഈ സമരം ചെയ്ത ആളുകൾ അവരെ അടുത്തുപോലും എത്തിയിട്ടില്ല. മാത്രമല്ല അങ്ങനൊരു വിഷയം ഇല്ല. അപ്പോൾ ചാനലുകളിലൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണുമല്ലോ, എല്ലാവരും സാധാരണ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അല്പം എന്താ പറയുക, പല വ്യൂ ഉണ്ടാവുമല്ലോ ചാനലുകൾക്കൊക്കെ. എല്ലാവരും ഐക്യകണ്ഠേന പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ സമരക്കാരെ അടുത്ത് പോലും എത്തിയിട്ടില്ല, സമരക്കാരൊന്നും ചെയ്തിട്ടുമില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ ഈ ഒരു സംഭവമേ ഇല്ലാത്ത ഒരു സംഭവത്തിൻ്റെ പേരിലാണ് അതിന് ശേഷം നടക്കുന്ന ഈ ബഹളങ്ങളൊക്കെ, അക്രമങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ആവശ്യം എന്താണ് എന്ന് അറിഞ്ഞുകൂടാ. എന്തോ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നൊരു ചർച്ച അങ്ങ് ഡീവിയേറ്റ് ചെയ്യിപ്പിക്കാൻ, മാറ്റിമറിക്കാൻ വേണ്ടി എന്തോ ഒരു പ്ലാനിട്ട് പറയും പോലെയുണ്ട്. കാരണം അവിടെ രണ്ടാളേ ഉള്ളൂ. ഈ പ്രതിഷേധക്കാർ പറഞ്ഞാൽ ഒന്നോ രണ്ടോ ആളല്ലേ ഉള്ളൂ. 2-3 ആൾ. എത്ര പോലീസുണ്ട്, അവർക്ക് അങ്ങ് അടുത്തെത്താൻ പറ്റിയില്ല. അടി ശരിക്കും പറയുകയാണെങ്കിൽ ഉച്ചക്കുള്ളത് കാണി. യൂത്ത് ലീഗിൻ്റെ സെക്രട്ടറിയെ ഒരാളെ പാർട്ടി എല്ലാവരും കൂടി വളഞ്ഞിട്ടാക്കണം. അതും മനുഷ്യനല്ലേ, ഒന്ന് നോക്കി, അത് മനുഷ്യനല്ലേ, കണ്ടൂടെ? അതാണ് മർദ്ദനം. ഇവിടെ ഒരു സംഭവം ഉണ്ടായില്ല. മെഡിക്കൽ റിപ്പോർട്ടിൽ അല്ല, അത് എനിക്കറിഞ്ഞൂടാ. പക്ഷേ അവിടെ നഗ്നമായ നേത്രം കൊണ്ട് കാണാവുന്ന ഒരു സംഗതി, അവിടെ ഈ കരിങ്കൊടി പ്രകടനം നടത്തിയ ആളുകൾ മന്ത്രിയെ ഒന്നും ചെയ്തിട്ടില്ല. അത് ഏത് കേരള പൗരനും ഒരു സാധാരണക്കാരനും നോക്കിയാൽ കാണാൻ പറ്റും. നിങ്ങളും പറയുന്നുണ്ടല്ലോ, ചാനലുകളെല്ലാവരും പറയുന്നുണ്ട്, ഇതുവരെ നോക്കിയിട്ട് അങ്ങനെ ഒരു വിഷ്വലില്ല എന്ന് നിങ്ങളും പറയുന്നുണ്ട്. ഇല്ലാത്ത സംഭവത്തിൻ്റെ പേരിൽ ഒരു ചർച്ച ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് അവരാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഒരു പ്രതിഷേധം അതിര് കിടക്കുന്നുണ്ടോ, അങ്ങനെ തോന്നുന്നുണ്ടോ? പ്രതിഷേധം അത് ഒരു ജനാധിപത്യപരമായ രീതിയിൽ നിന്ന് മാറുന്നുണ്ടോ എന്നുള്ളത് ചോദ്യം കൂടി വരുന്നുണ്ട്. ഏത് പ്രതിഷേധം? മന്ത്രി അല്ല, അത് പിന്നെ നിന്നോളും. കാരണം എന്താ വെച്ചാൽ ഇല്ലാത്ത സംഭവം വന്നപ്പോൾ എല്ലാവർക്കും ബോധ്യമായി വരുന്നുണ്ട്, താനേ നിൽക്കും. കാരണം എന്താ വെച്ചാൽ ഈ ഒരു സമരം നടത്തുമ്പോൾ അതിനൊരു പർപ്പസ് ഉണ്ടാവുമല്ലോ. ജനങ്ങൾ അത് ന്യായമെന്ന് കരുതണമല്ലോ. ഇങ്ങനൊരു സംഭവമേ ഇല്ല. മന്ത്രിയാണ് പ്രകോപിതയായി അവിടെ പിന്നെ ഒരു ഷോമാരിയൊക്കെ കാണിക്കുന്നത് മന്ത്രിയാണ്. അല്ലാതെ ഈ പ്രവർത്തകരെ കാണാനേ ഇല്ലല്ലോ. അവർ വന്നപാട് പോലീസ് പിടിച്ചോണ്ടേ. യുഡിഎഫുമായി ചർച്ച നടത്തിയിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. ഇനിയിപ്പോൾ ദേശീയ നേതാക്കളൊക്കെ വരുന്ന ഒരു സമയം കൂടിയാണ്. പുതുതായി എന്തെങ്കിലും യുഡിഎഫിനോട് ലീഗ് ആവശ്യപ്പെടുന്നുണ്ടോ? പ്രതിപക്ഷ നേതാവോ അതോ മുഖ്യമന്ത്രി സ്ഥാനമോ എന്തെങ്കിലും? യാതൊന്നുമില്ല. അല്ല, അങ്ങനെ ഒന്നുമില്ല. അതൊന്നും ദേശീയ നേതാക്കന്മാരോട് സംസാരിക്കേണ്ട. രാഹുൽജിയും അതുപോലെ തന്നെ സോണിയാജിയാണ് ഇവിടെ വരുന്നത്. അവരോട് സംസാരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ ജാഥ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഡേറ്റിലോ അത് ഞങ്ങൾ ഇവിടെ തന്നെ സെറ്റിൽ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ അങ്ങനെ വാർത്ത കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ കാണുന്നത് അതല്ല, അതൊക്കെ ശരിയാണ്. കാണുന്നത് രണ്ട് കാര്യത്തിലാണ്. ഒന്ന്, ഇന്ന് നമ്മൾ ഈ പരിപാടിയിൽ അറ്റൻഡ് ചെയ്യുന്നു. 28-ാം തീയതി പ്രിയങ്കാജി നമ്മളെ പരിപാടിക്ക് ഞങ്ങൾ ആൾറെഡി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നേരിൽ കണ്ട് ഉറപ്പിക്കണം. പിന്നെ അവിടെ ഡൽഹിയിൽ ഞങ്ങളുടെ ഇഫ്താർ പാർട്ടിയുണ്ട്. അതെല്ലാ വർഷവും ഉണ്ടാകുന്നതാണ്. 11-ാം തീയതി ഞങ്ങൾ കൾച്ചറൽ ഓർഗനൈസേഷൻ, അതിന് രാഹുൽജിയെയും ഇൻവൈറ്റ് ചെയ്യണം. പിന്നെ കൂട്ടത്തിൽ രാഷ്ട്രീയം സംസാരിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ ആൾ ഇന്ത്യ സെക്രട്ടറിയാണ്. ആൾ ഇന്ത്യ ലെവലിലുള്ള ഒരുപാട് രാഷ്ട്രീയം സംസാരിക്കാറുണ്ട്. കേരളത്തിൽ ഒന്നും സംസാരിക്കാനില്ല. പിന്നെ എന്തിനാ സീറ്റിൻ്റെ കാര്യം ചെയ്യുന്നത്? ഇല്ല, കേരളത്തിലെ ഒരു കാര്യം ഇപ്പോൾ ദേശീയ നേതാക്കന്മാർ സംസാരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെ ഇപ്പോൾ കൽപ്പറ്റ സീറ്റിൽ ഉൾപ്പെടെ ഒരു ഡിമാൻഡ് ലീഗ് വെച്ചു എന്ന് പറയുന്നു. അത് അങ്ങനെ ഒരു സാധാരണ ഇവിടെ ഇപ്പോൾ കൽപ്പറ്റയിലടക്കം വലിയ മുന്നേറ്റമാണ് ലീഗ് നടത്തിയിട്ടുള്ളത്. കോൺഗ്രസിനൊക്കെ മുന്നേറ്റം ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ട് ആ ഒരു പരിഗണന കിട്ടേണ്ടതല്ലേ? ലീഗ് നല്ല മുന്നേറ്റം നടത്തുന്നുണ്ട്. കൽപ്പറ്റ, വയനാട്ടിൽ, അതുപോലെ എല്ലാ സ്ഥലത്തും ആ കാര്യം വളരെ കറക്റ്റാണ് നിങ്ങളുടെ ഒബ്സർവേഷൻ. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ പേരിലൊന്നും ഒരു വഴക്കോ കാര്യങ്ങളോ ഇല്ല. സീറ്റ് ചർച്ചയൊക്കെ വളരെ സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട്. ഏതൊക്കെ സീറ്റാണെന്ന് ഇപ്പം നിങ്ങളോട് പറയാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ സീറ്റിൻ്റെ കാര്യം പറയാൻ സമയമായിട്ടില്ല. സമയമാകുമ്പോൾ പറയാം. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ അടുത്ത് ഇപ്പം കിട്ടില്ല. ഇവിടെ അസാധാരണമായി ഇപ്പോൾ ഒന്നും സംഭവിച്ചില്ല. ഇപ്പോൾ ഇവിടെ പുതിയ ഒരു വാർത്ത ഉള്ളത്, വയനാട്ടിൽ ചൂരൽമല ദുരന്തത്തിന് ശേഷമുള്ള ഏറ്റവും നല്ല മനോഹരമായ പ്രോജക്റ്റ് വരാൻ പോകുന്നു. ആദ്യം ഞങ്ങളുടെ പ്രോജക്റ്റാണ് വരുന്നത്. അതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയ ഇന്ത്യ അലയൻസിലെ പാർട്ടികളിൽ ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ്. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. തമിഴ്നാട്ടിൽ ഞങ്ങൾ മത്സരിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ കാര്യമുണ്ട്. അതിന് നാഷണൽ ഇഷ്യൂസാണ് ഞാൻ അവരായിട്ട് സംസാരിക്കുന്നത്. കേരള കാര്യം ഒന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. ശരി. ആരെ?
ഞാൻ പോയിരുന്നല്ലോ, പരിപാടിക്ക് നമ്മളുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ഫൈനൽ കാണാൻ സർക്കാരിൻ്റെ പദ്ധതി നമ്മുടെ കൂടി പദ്ധതിയല്ലേ. കാണാൻ പോകുന്നുണ്ടോ? അല്ല, ഇന്ന് പോണില്ല, പിന്നെ പോവും. സർക്കാരിന്റെ പദ്ധതിക്ക് മുമ്പായി തന്നെ സർക്കാരിൻ്റെ പദ്ധതിക്ക് നമ്മൾ സപ്പോർട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഏതാനും പേർക്കല്ലേ വീട് കൊടുക്കുന്നുള്ളൂ. ബാക്കി അവരല്ലേ കൊടുക്കുന്നത്. നമ്മളതിനെല്ലാവരും അതിന് സപ്പോർട്ട് അതാണ്. ഞങ്ങളൊക്കെ പൈസ കൊടുത്തിട്ട് മാത്രമല്ല, പിന്നെ അതിനെല്ലാം ഞങ്ങൾ അതിന് സപ്പോർട്ടാണ്. ഗവൺമെൻറ് ഞങ്ങൾക്കും സപ്പോർട്ടാണ്. ഞങ്ങളെ ലാൻഡ് സംബന്ധിച്ചൊക്കെ എന്തെല്ലാം വിവാദം ഉണ്ടായതാണ്. അവസാനമൊന്നുമില്ലല്ലോ. അതിപ്പോൾ ഈ ദുരന്തത്തിനിരയായ ആളുകളെ ഓർക്കുമ്പോൾ ആരും പിന്നെ അതിനൊന്നും നിസ്സഹകരണമോ കോൺട്രവേഴ്സിയോ ഒന്നും ഉണ്ടാക്കൂല. എല്ലാവരും സഹകരിച്ച് തന്നെ പോകുന്നത്. സർക്കാരിന്റെ ടൗൺഷിപ്പ് വീട് കൊടുക്കുന്നതിന് മുമ്പ് യൂത്ത് കോൺഗ്രസ് വീട് നൽകുന്നൊക്കെ പറഞ്ഞിരുന്നു. അല്ല, അവരിപ്പോൾ ഏതായാലും തുടങ്ങുന്നുണ്ടല്ലോ. കുറച്ച് ഇപ്പോൾ സർക്കാർ ഇപ്പോൾ 26-ാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നതിനെ പറ്റിയോ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും കൊടുക്കുന്നുണ്ടല്ലോ. പദ്ധതികളൊക്കെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് ശരിയാണോ? അങ്ങനെ എന്താ അഭിപ്രായത്തിനെ കുറിച്ച്? രാഷ്ട്രീയമായി ആരും ഉപയോഗിക്കുന്നില്ലല്ലോ. രാഷ്ട്രീയമായി ആരും ഉപയോഗിക്കും. ഞങ്ങൾ പോലും ഇപ്പോൾ ഈ ദുരന്തത്തിനിരയായവരുടെ കാര്യത്തിൽ പൊളിറ്റിക്സ് അധികം പറയുന്നില്ലല്ലോ. എല്ലാവരും ഇതിനോടും സഹകരിക്കല്ലേ. അത് നല്ല കാര്യമല്ല. അല്ലാതെ തന്നെ രാഷ്ട്രീയം പറയാനുണ്ടല്ലോ. ഇപ്പോൾ വളരെ വലിയൊരു രാഷ്ട്രീയം ഇവിടെ ചർച്ച ചെയ്ത് വരികയായിരുന്നു, ആരോഗ്യരംഗത്തെ പരിതാപകരമായ അവസ്ഥ. ആ ചർച്ച വേണ്ടാന്ന് അവർക്ക് തോന്നിയോ എന്നൊരു സംശയം ഇപ്പോൾ ഈ സംഭവം കാണുമ്പോഴുണ്ട്. കാരണം വല്ലാത്തൊരു ചർച്ചയായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. കാരണം മന്ത്രി തന്നെ പറഞ്ഞത് എന്താ? മന്ത്രി പറഞ്ഞത് സ്വകാര്യ ആശുപത്രികളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവർ മെഡിക്കൽ കമ്പനിക്കാരാണ്. ഞങ്ങൾ പണ്ടേ പറഞ്ഞതല്ലേ, ഉള്ള ഡാറ്റ ഒക്കെ എടുത്തുകൊണ്ട് ഈ മെഡിക്കൽ കമ്പനിക്കാർ വലിയ ഇൻവെസ്റ്റ്മെൻറ്റും കൊണ്ട് ഇങ്ങോട്ട് വരുമെന്ന് നമ്മൾ പണ്ടേ പറഞ്ഞാണ്. അപ്പോൾ മന്ത്രി അത് എൻഡോസ് ചെയ്തു. മാത്രമല്ല, പ്രൈവറ്റ് ആശുപത്രിക്കാർ പിന്നെ ആളുകളെ ആംബുലൻസൊക്കെ പൈസ കൊടുത്തത് കൊണ്ടുപോകുന്നു എന്നൊക്കെ പറയും. ഇതൊരു വലിയ ചർച്ച ആകുമായിരുന്നു. അത് ആ റെയിൽവേ സ്റ്റേഷനിൽ ഒരു സംഭവത്തിൽ അങ്ങ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും അത് അതിനേക്കാൾ ഗൗരവമുള്ള വിഷയം ചർച്ച ആകാതിരിക്കൂല. ആരോഗ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട്, അതോടൊപ്പം ആരോഗ്യരംഗത്ത് ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമമായിട്ടാണ് ഇതിന് പറയുന്നത്. ഇല്ല, ആരോഗ്യരംഗം എപ്പോഴും വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ജനങ്ങളത് ചർച്ച ചെയ്യും. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ആരോഗ്യമന്ത്രി അല്ലല്ലോ, കഴിഞ്ഞ ആരോഗ്യമന്ത്രി ഇരുന്നപ്പോഴും ചർച്ച ഉണ്ടായിരുന്നല്ലോ. അതാണല്ലോ. അല്ല, അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇവിടുത്തെ ഡാറ്റ പുറത്തു പോയിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഇത്ര വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് എല്ലാവരും കൊണ്ട് വന്നത് ഇപ്പോൾ മന്ത്രി പറയുന്നുണ്ടല്ലോ, മെഡിക്കൽ കമ്പനിക്കാരൊക്കെ കൊണ്ടുവന്നാണ് ഈ കോടിക്കണക്കിന് ഉറുപ്പ് ചെയ്യുന്നത്. ഒരു സീരിയസ് ആയ മാറ്ററാണ്. നിങ്ങളതാ ചിന്തിക്കേണ്ടത്. ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ ഇങ്ങനെ സമയം കളയാതെ സീരിയസ് ആയിട്ടുള്ള മാറ്റർ അതാണ്. മെഡിക്കൽ കമ്പനിക്കാരാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഇവിടെ. അപ്പോൾ ഡാറ്റ അവരുടെ കയ്യിലുണ്ടായതുകൊണ്ടാണ് ആ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡാറ്റ പോയിട്ടുണ്ടെന്ന് നേരത്തെ ഞങ്ങൾ പറഞ്ഞത് കറക്റ്റാണല്ലേ വരുന്നത്. നിങ്ങൾ അതൊന്ന് വിശകലനം ചെയ്യും, നോക്കാം നമുക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.